ഗ്യാങ്സ്റ്റർ ഡ്രാമ സിനിമകളുടെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കഥയുടെ ഒരു ആർക്ക് ഏറെക്കുറെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ ഓർത്തിരിക്കുന്ന മികച്ച ഗ്യാങ്സ്റ്റർ ഡ്രാമ സിനിമകളുടെയൊക്കെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ വേൾഡ് ബിൽഡിംഗ് തന്നെയാണ്. അത്തരത്തിലുള്ള സിനിമകൾ അവസാനിക്കുമ്പോൾ ആ ലോകത്തെ സ്ഥലങ്ങളെയും കഥാപാത്രങ്ങളെയും ഒക്കെ നമുക്ക് നല്ല പരിചയമുണ്ടാകും. അത്തരത്തിലുള്ള സിനിമകളിലെ കേന്ദ്ര കഥാപാത്രം ഏതവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിൽ എത്തി എന്നതൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 90കളിലെ ഹിന്ദി സിനിമകൾക്ക് സമാനമായ രീതിയിലുള്ള ഡയലോഗ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും രാജ്കുമാർ റാവു നായകനായിട്ടുള്ള മാലിക് എന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമ നല്ല ഒരു ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യാൻ കഷ്ടപ്പെടുന്നുണ്ട്. വളരെ പരിചിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന കഥ, കാര്യമായ നുവാൻസസുകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുള്ള ഈ ചിത്രം പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരുന്നില്ല. 1990-ലെ അലഹബാദിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഒരു സാധാരണ കർഷകൻ്റെ മകനായിട്ടുള്ള ദീപക്കാണ് നമ്മുടെ നായകൻ. അച്ഛനൊക്കെ സാമ്പത്തികമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ദീപക്കിനെ എത്രയും പെട്ടെന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാകണമെന്ന ചിന്തയിൽ കൊണ്ടുവന്നെത്തിക്കുന്നു. ആ ഒരു ലക്ഷ്യത്തിലേക്ക് അയാളുടെ പടിപടിയായിട്ടുള്ള യാത്രയാണ് മാലിക് എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. പ്രസന്റ് ഡേയിൽ നമ്മുടെ നായക കഥാപാത്രത്തിൻ്റെ പവർ കാണിക്കുന്ന രീതിയിലാണ് സിനിമ ആരംഭിക്കുന്നത്. അയാൾക്ക് എങ്ങനെ ഈ ഒരു വളർച്ചയുണ്ടായി എന്ന് പ്രേക്ഷകനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ തിരക്കഥയ്ക്ക് ആ ഭാഗത്ത് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇയാളുടെ തുടക്കം കാണിക്കാൻ വേണ്ടി ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന ഭാഗം തൊട്ട് തിരക്കഥയുടെ ഫോക്കസ് നഷ്ടപ്പെടുകയാണ്. ഏത് ഘട്ടത്തിലാണ് ദീപക് ഒരു ഗ്യാങ്സ്റ്റർ ആവാൻ തീരുമാനിക്കുന്നത് എന്ന മൊമെൻ്റൊക്കെ കാണിച്ചിട്ടുള്ളത് ലിറ്ററലി എക്സ്പ്ലോസീവ് ആവുന്ന രീതിയിലാണ്. പക്ഷേ ആ സീനുകളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് വളരെ ജനറിക് ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹീറോയിസം സംഭവം അവിടെ നമുക്ക് കിട്ടില്ല. സിനിമയുടെ രണ്ടാം പകുതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം സാമാന്യം നല്ല സ്പീഡിൽ സംഭവിക്കുന്നത് കൊണ്ട് ഒരു ഷേക്സ്പീരിയൻ ഡ്രാമ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഇതിലെ പല ഇമോഷനുകളും ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ പ്രേക്ഷകൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഇതിനു മുന്നേ രാജ്കുമാർ റാവുവിനൊപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബയോപിക് സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ള പുൽക്കിത് സിനിമയ്ക്ക് ഒരു വിഷ്വൽ എസ്തെറ്റിക് ഇംപ്രസീവായ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. നാടകീയമായ നിമിഷങ്ങളിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളറുകളും പിന്നെ കാലഘട്ടം പുനഃസൃഷ്ടിക്കാൻ പാകത്തിന് റസ്റ്റിക് ആയിട്ടുള്ള വിഷ്വൽ ടെക്സ്ചറും പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പം എഴുത്തിലാണ് കിടക്കുന്നത്. സിനിമയുടെ ഒരു സ്ഥലത്ത് അറ്റാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി മാലിക് തൻ്റെ ഏരിയയിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ടെറസിൻ്റെ മുകളിലാണ് കിടക്കുക എന്ന് കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിരക്കഥയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടാവുമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് പ്രൊസേൻജിത്ത് ചാറ്റർജി അവതരിപ്പിക്കുന്ന പ്രഭുദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള ആള് മാലിക് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചപ്പോഴേക്കും ടെൻഷൻ അടിക്കുന്ന അവസ്ഥയാണ്. ആദ്യത്തെ വരവിന് ശേഷം കുറേ നേരം പുള്ളിയെ പിന്നെ കാണാനില്ല. പടത്തിൻ്റെ ഒരു മൂഡ് പെട്ടെന്ന് മാറുന്നത് കാണുമ്പോൾ തന്നെ കഥയുടെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒമേർട്ട എന്ന ഒരു സിനിമ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയായ ഒരു ട്രൂ ബ്ലൂ ആക്ഷൻ ഹീറോ പരിപാടി രാജ്കുമാർ റാവു ആദ്യമായി ചെയ്യുന്നത് ഈ ഒരു സിനിമയിലാണ്. മാലിക് എന്നറിയപ്പെടുന്ന ദീപക് എന്ന കഥാപാത്രത്തിൻ്റെ മൊത്തം ജേണി ഈ സിനിമയിൽ പലയിടങ്ങളിലായി കാണിക്കുന്നത് കൊണ്ട് തൻ്റെ അഭിനയത്തിൻ്റെ റേഞ്ച് കാണിക്കാൻ രാജ്കുമാറിന് ഇവിടെ അവസരം കിട്ടുന്നുണ്ട്. വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് സാധാരണക്കാരിൽ നിന്ന് ഒരു ഗ്യാങ്സ്റ്ററിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. അൻഷുമാൻ പുഷ്കറാണ് മാലിക്കിൻ്റെ വലങ്കൈയായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. വേണ്ട സ്വാഗർ കൊടുത്തുകൊണ്ട് ആ കഥാപാത്രത്തെ മെമ്മറബിൾ ആക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. മാനുഷി ചില്ലാറാണ് മാലിക്കിൻ്റെ ഭാര്യയായിട്ടുള്ള ശാലിനിയുടെ റോൾ ചെയ്തിട്ടുള്ളത്. മാനുഷിയുടെ ഫിലിമോഗ്രാഫിയിലെ മറ്റ് സിനിമകളെപ്പോലെ കാര്യമായ പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമല്ല ഇതിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊസേൻജിത്ത് ചാറ്റർജിക്ക് ലഭിച്ചിട്ടുള്ള പ്രഭുദാസ് എന്ന കഥാപാത്രം വളരെ വീക്കായിട്ട് എഴുതിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സൗരഭ് ശുക്ല, സൗരഭ് സച്ദേവ, സ്വാനന്ദ് കിർക്കിറെ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. വളരെ നുവാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മിങ് ഓഫ് ഏജ് ഗ്യാങ്സ്റ്റർ സ്റ്റോറി ആകുമെന്ന് തോന്നിപ്പിച്ചു തുടങ്ങിയിട്ട് പിന്നീട് താളം തെറ്റിപ്പോകുന്ന ഒരു സിനിമയാണ് മാലിക്. സാധാരണ ഗ്യാങ്സ്റ്റർ പടങ്ങളിൽ കാണുന്ന എല്ലാ സംഭവങ്ങളിലൂടെയും ഓടിച്ചു വിട്ടുകൊണ്ട് ഈ പടം അവസാനിപ്പിച്ചിട്ടുള്ള ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ആ ക്ലൈമാക്സ് ഭാഗം ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് തോന്നി. ഒറ്റയടിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ നോക്കുന്ന മാലിക് എന്ന സിനിമയ്ക്ക് ഇത്തരത്തിലുള്ളൊരു സിനിമയിൽ എന്തായാലും ഉണ്ടാകേണ്ട ഒരു ഇമോഷണൽ കണക്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കാതെ പോയി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്